ഗായ്സ്, അങ്ങനെ ട്രിവാൻഡ്രം എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് അമ്മ വീട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. കിഷോറേട്ടൻ്റെ റെസ്റ്റോറൻ്റാണിത്. കിഷോറേട്ടനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് മലയാളികൾക്ക്. നമ്മുടെ ഷാപ്പിലേക്ക് അറിയും നാവിലെ രുചിയും എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു കേട്ടോ കിഷോറേട്ടൻ. നമ്മളിവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീലാണ്. ഒരു റെസ്റ്റോറൻ്റാണ്, നമുക്ക് കണ്ടാൽ പറയത്തേയില്ല. ഒരു കറക്റ്റ് ഒരു തറവാട്ട് വീട്ടിൽ ചെന്നൊരു ഫീലാണ് കേട്ടോ കൂടുതലും നമുക്കിവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ചേട്ടൻ്റെ അടുക്കളയൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ് കേട്ടോ. നമ്മൾ കയറി നമുക്ക് എല്ലാം കാണാം. ഒന്നിനും ഒരു എന്താ പറയുന്ന ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു. ചേട്ടൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാ പോര് എന്ന് പറഞ്ഞു. ഈ സീരീസിൽ ഞാൻ എത്രയോ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റുകളിലൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. എല്ലാ കറിയും A to Z, സാലഡ് തൊട്ട് ഇങ്ങ് പപ്പടം വരെ പായസം വരെ ഞങ്ങളെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. നല്ല നാടൻ ഒതൻറ്റിക് രുചി. അതിനുള്ള സീക്രട്സും ഒക്കെ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയായിരുന്നു. എന്താണ് ഭക്ഷണത്തിന് ഇത്രയും രുചി എന്നുള്ളത്. ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് രുചിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആക്ച്വലി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റിൻഡ. അവളുടെ അമ്മാമ്മയും അവളുടെ അമ്മയൊക്കെ വെക്കുന്ന ഭക്ഷണങ്ങൾക്ക് വേറൊരു രുചിയായിരുന്നു കേട്ടോ. അത് പക്ഷെ പിന്നീട് ഞാൻ ഇങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു രുചി കിട്ടിയിട്ടില്ല. ആ ഒരു രുചിയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ മിസ്സായിപ്പോയ, പഴയ കാലത്ത് മിസ്സായിപ്പോയ ആ രുചിയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇവിടുത്തെ ഓരോ ഭക്ഷണം നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഒരു ഭക്ഷണം പോലും വിടാതെ എല്ലാ കറികളും നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. ഞണ്ടാണെങ്കിലും ബീഫാണെങ്കിലും അതുപോലെ തന്നെ അയല, ഒത്തിരി മീനുകളുണ്ടായിരുന്നു. പേരുകൾ പോലും എനിക്ക് അത്ര ഇപ്പോൾ ഓർമ്മയില്ല. അത്രയധികം മീനുകളുണ്ടായിരുന്നു. സാലഡ് പോലും നമ്മളെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. അതുമാതിരിയായിരുന്നു. നോർത്തിൽ നിന്നാണ് ഞാൻ വന്നത് കേട്ടോ. ഇവിടെ ഡാൽ ചാവലും ഡാൽ കിച്ചടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിലുണ്ടാക്കിയ ഡാലും അതുപോലെ പനീർ ബട്ടർ മസാലയൊക്കെ കഴിച്ചു. ക്രീമൊക്കെ ഇല്ലാതെ ഇങ്ങനെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു. അതാണ് അതിൻ്റെ ഗുട്ടൻസ് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. തോരൻ, മെഴുക്കുവരട്ടി, എല്ലാവിധ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റുമായിരുന്നു കേട്ടോ. നാടൻ രുചി എന്ന് പറഞ്ഞാൽ തനി നാടൻ രുചി കാണണമെങ്കിൽ നമ്മൾ അമ്മ വീട് പോയി കാണണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. പോയി കാണില്ല, നിങ്ങൾ പോയി കഴിക്കണം. നിങ്ങൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ തൈക്കാട് പോയി നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഞാനാണ്, ഒരു ചാനലും ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, അതിനെന്താ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് പതുക്കെ കയറി വരും. കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അതുമാതിരി ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇത്രയും വർത്തമാനം പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഊണാണ് പറഞ്ഞത്. സാധാരണ ബിരിയാണിയൊക്കെ പറയുന്നിടത്ത് ഊണാണ് നമ്മൾ പറഞ്ഞത്. സാലഡ്, അച്ചാറ്, ബീട്രൂട്ട് ൻ്റെ പച്ചടി, അതുപോലെ തന്നെ തോരൻ, കൂട്ടുകറി, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഊണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന. ഇത് കൂടാതെ അവിടെ ഒത്തിരി സാധനങ്ങൾ, ഇത് കപ്പ വേവിച്ചായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കപ്പ വേവിച്ചതാണ് കേട്ടോ, അത് തന്നെ. പിന്നെ നമുക്ക് അവിടെ ഓരോ ഇതിലും സാമ്പാർ, മീനിൻ്റെ ചാറ്, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അയല ഇരിക്കുന്നതിന് തൊട്ട് ഫ്രണ്ടിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയലക്കറി എനിക്ക് ഭയങ്കരമായിട്ട്, പക്ഷേ അയലക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എത്രയോ 2-3 പ്രാവശ്യം അയല മേടിച്ചിട്ട് ശരിയാവാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാതെ കളയേണ്ടി വന്നു. പക്ഷേ അയലക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആവോലി ഫ്രൈ, അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും കാണും നമ്മൾ പറഞ്ഞു കേട്ടോ. കൊച്ചുള്ളിയൊക്കെ ഇട്ട് വരട്ടിയ ബീഫാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് അയല തന്നെയായിരുന്നു കേട്ടോ. അയല ഇങ്ങനെ ചോറിലൊഴിച്ച്, ഞാൻ സാമ്പാർ ഒന്നും എടുത്തില്ല എനിക്ക്, കാരണം ആ അയലക്കറി അത്ര രുചിയായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്നായിരുന്നു ഇത് തന്നെ ഓർഡർ ചെയ്യണമെന്നുള്ളത്. നമ്മൾ അങ്ങനെ അയലയുടെ പീസൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ്. കഴിച്ച് എൻ്റെ ആ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി, സത്യത്തിൽ അത് മറന്നുപോയി. കാരണം ഞാൻ ഭക്ഷണം അതുപോലെ ആസ്വദിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വീഡിയോ എടുക്കുന്നുണ്ട്, ആ എക്സ്പ്രഷൻ ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയണം എന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. ശരിക്കും എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. ആവോലി ഫ്രൈ ആണെങ്കിലും ഇത് മുക്കി പൊരിക്കുകയോ അങ്ങനെ ഒന്നുമല്ല, നല്ല പെരട്ടി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും അതെ, അവൾക്കും അതെ. ഞങ്ങൾ 2 പേരും അവിടെ
അത് ആസ്വദിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. ഒരു രക്ഷയില്ലായിരുന്നു. അവല് ഫ്രൈ ഒക്കെ നല്ല ഹോംലി ഫുഡാണ് കേട്ടോ. എല്ലാ കറികളും ഞങ്ങളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടാക്കിയ സ്പെഷ്യൽ വരെ നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത്ര മാത്രം ഗംഭീരമായിരുന്നു. എല്ലാം അടിപൊളി. വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അറിയാൻ വഴിയില്ല. ഇവിടെ നിന്നൊരു 20-22 കിലോമീറ്റർ. അപ്പോൾ അമ്മ അവിടെ നിന്ന് മുളകും മല്ലിയും വെച്ചു. കടുകും മുളകും നമ്മൾ കഴുകും. അതിന് ഭക്ഷണം കഴിയുമ്പോൾ കുത്തില്ല, മടുപ്പ് തോന്നുന്നു. നിങ്ങൾ കല്യാണത്തിന് സദ്യ കഴിച്ചാൽ പിന്നെ ഒത്തിരി ഉറങ്ങാം. അതിൻ്റെ പ്രശ്നം തന്നെ ബേസിക്കലി നോർമലി പച്ചക്കറി കഴിവില്ല, മുരിക പോലെ ഒന്നും ചെത്തില്ല. കല്യാണത്തിൻ്റെ വേളക്കരയെ പോയാൽ മനസ്സിലാവും. കടവലങ്ങയുടെ മുകളിൽ ഒരു വെള്ള സ്ഥാനം അതുകൊണ്ട് ഒരു ചെത്തി കണ്ടെത്തുന്ന വ്യക്തി കഴുകത്തിൽ എന്ന് പറയാം. നമ്മൾ കഴുകുമ്പോൾ വീട്ടിൽ കഴുകുമ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തീ കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകണം. അത് മുരിങ്ങക്കോല് പോലും നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അതായത് അങ്ങനെയുള്ള ഏറ്റവും പുറത്ത് നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വരുവാനാണ് എന്തായാലും മരുന്നടിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ മണ്ണ്. അപ്പോൾ ആ സാധനം കഴിക്കുമ്പോൾ അതാണ് ഒരു മത്തോ നമ്മൾ ഇതിൻ്റെ ആ പ്രിസർവേറ്റീവ്സ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ കഴിയാൻ ഓർമ്മ നമ്മൾ നല്ല ഫ്രഷായിരിക്കും. അതാണ് നമ്മൾ മാക്സിമം മീനിൽ മാത്രമേ കുടംപുളി വരും, ബാക്കിയുള്ള വാഴമ്പുളി. അതാണ് രസമൊക്കെ കഴിക്കുമ്പോൾ. ഞാൻ പറയട്ടെ, പണ്ട് ഇപ്പൊ പണ്ട് ഞങ്ങളുടെ കുറച്ച് തീരെ കുഞ്ഞിന്റെ സമയത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു രസത്തിന്റെ ആ ഒരു ടേസ്റ്റ് അതാണ് ഇവിടെ എല്ലാ കറികൾക്കും ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഓവർ മസാലയില്ല, പക്ഷെ അതിനകത്ത് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അതെ, ഞങ്ങൾ കണ്ടു ആവൂരി ഇവിടെ പെരട്ടി വെച്ചിരിക്കുന്നുണ്ട്, പക്ഷെ മസാലയ്ക്കകത്ത് മുക്കിയല്ല വെച്ചിരിക്കുന്നത്. ഒരുപാട് മസാല മീനിന്റെ പോകും. പിന്നെ മസാലയുടെ ഫ്ലേവർ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഈ മീനിന്റെ ആ മാംസത്തിന്റെ ആ രുചി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ മീൻകറി ഒത്തിരി റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങളവിടെ താമസിക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത്. ഇവിടെ വന്നൊരു ഹോംലി ഫീലും ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. ഈ ട്രിപ്പിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഭക്ഷണം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കിഷോറേട്ടൻ്റെ അമ്മ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യാതെ, അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യാതെ, അങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓണറാണെങ്കിൽ മാറി നിൽക്കും, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ വിളമ്പിത്തരും നമുക്ക്. അതുമാതിരി കോപ്പറേറ്റീവായിട്ട് എല്ലാവരെയും റെസ്റ്റോറൻറ്റിൽ വന്ന എല്ലാവരെയും ഒരുപോലെ അറ്റൻഡ് ചെയ്തിട്ടാണ് കിഷോറേട്ടൻ അവിടെ പെരുമാറുന്നത്. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എത്രയോ പേരുണ്ടായിരുന്നെന്നറിയാം ആ സമയത്ത് വന്നവർ. അവരെല്ലാവരെയും ഒരേപോലെ ആർക്കും ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അടിപൊളിയായിരുന്നു ഫുഡും, അതുപോലെ തന്നെ അടിപൊളി അറ്റ്മോസ്ഫിയറും ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.